നമസ്കാരം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും സ്വാഗതാർഹമെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നുമാണ് അമ്മയുടെ വൈസ് പ്രസിഡന്റ് ജഗദീഷ് പറയുന്നത്. വേട്ടക്കാരുടെ പേര് എന്തിന് റിപ്പോർട്ടിൽ ഒഴിവാക്കിയെന്നും ആരോപിതർ അഗ്നിശുക്തി തെളിയിക്കട്ടെ എന്നുമാണ് ജഗദീഷ് പറയുന്നത്. അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ ഇക്കാര്യത്തിൽ ഒഴിഞ്ഞു മാറാനാകില്ല. വാതിലിൽ മുട്ടിയെന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. ഒറ്റപ്പെട്ട സംഭവമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശരിയല്ല. ആ ഒറ്റപ്പെട്ട സംഭവങ്ങളും അന്വേഷിക്കണം. പല തൊഴിലിടത്തും ഇങ്ങനെയല്ലേ എന്ന ചോദ്യം അപ്രസക്തമാണ്. അത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. ഭാവിയിൽ ഈ പ്രശ്നം പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നും ജഗദീഷ് പറയുന്നു. റിപ്പോർട്ടിലെ വിലയിരുത്തലുകളെ സാമാന്യവൽക്കരിക്കരുത്. വിജയിച്ച നടിയോ നടനോ മോശം രീതിയിലൂടെ വഴിവിട്ട പാതയിലൂടെ വന്നവരാണെന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ വേദന ഉണ്ടാക്കുന്നതാണ്. റിപ്പോർട്ടിലെ ചില പേജുകൾ എന്തിനു ഒഴിവാക്കിയെന്ന് വിശദീകരണം സർക്കാർ നൽകേണ്ടി വരും. ഇരയായവരുടെ പേരൊഴിവാക്കാം, വേട്ടക്കാരുടെ പേരൊഴിവാക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. കോടതിയിൽ മുദ്രവെച്ച കവറിൽ റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപത്തിൽ കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കണം. ആ പുഴുക്കുത്തുകളെ പുറത്തു കൊണ്ടുവരണം എന്നാണ് ജഗദീഷ് പറയുന്നത്. പേരുകൾ പുറത്തുവിടാൻ ഹൈക്കോടതി അനുവദിക്കുമെങ്കിൽ അത് നടക്കട്ടെ. ഗോസിപ്പുകൾ ഇല്ലാതാക്കാനേ അത് സഹായിക്കൂ. കോടതി എന്ത് തീരുമാനമെടുത്താലും പൂർണ്ണമായും സഹകരിക്കും. ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ കേസെടുക്കാൻ കോടതി പറഞ്ഞാൽ അവർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ അമ്മ തയ്യാറാണ്. പവർ ഗ്രൂപ്പ് ഒരാലങ്കാരിക പദമാണ് എന്നാണ് ജഗദീഷ് പറയുന്നത്. സ്വാധീനമുള്ള വ്യക്തികളെന്നാകാം ഉദ്ദേശിച്ചത്. പവർ ഗ്രൂപ്പിനെ പറ്റി കേട്ടിട്ടില്ല. സ്വാധീനമുള്ള വ്യക്തികളുടെ ആധിപത്യം എന്നാകും ഉദ്ദേശിച്ചത്. അതിൽ നിന്ന് ജഗദീഷ് മനസ്സിലാക്കുന്നുണ്ട്, സ്വാധീനമുള്ള വ്യക്തികൾ മലയാള സിനിമയിൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന്. അതാണല്ലോ തിലകൻ്റെ മേൽ കണ്ടത്. മാഫിയ ഉണ്ടെന്ന് കരുതുന്നില്ല. കാസ്റ്റിംഗ് കൗച്ച് ചിലർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരത് പറയുമ്പോൾ അന്ന് പറയാത്തത് എന്തേ എന്ന് ചോദിക്കാനാവില്ല. അവർക്ക് എപ്പോൾ വേണമെങ്കിലും പരാതി ഉന്നയിക്കാം എന്നാണ് ജഗദീഷിൻ്റെ വിശദീകരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കാലം പൂഴ്ത്തിവെച്ചത് എന്തിനെന്നതിൽ മതിയായ വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. റിപ്പോർട്ട് അന്ന് തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ ഇക്കാലം കൊണ്ട് വലിയ മാറ്റമുണ്ടായേനെ. ഇന്ന് നടിമാർക്ക് പരാതി പറയേണ്ടി വരില്ലായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം തെറ്റ് ചെയ്യുന്നവരുടെ മനസ്സിൽ ഭയം വന്നിട്ടുണ്ട്. തെറ്റോ ചൂഷണമോ സംഭവിച്ചാൽ ചോദിക്കാൻ സംവിധാനങ്ങളുണ്ടെന്ന് ആളുകൾക്ക് തോന്നിയിട്ടുണ്ട്. എല്ലായിടത്തും ചൂഷണമില്ല. ചൂഷണമുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇതുപോലെ ജനങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് ജഗദീഷ് തൻ്റെ ഇടത്തോടുകൂടി പറഞ്ഞത്. അങ്ങനെ അമ്മയിലൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടായിരിക്കുകയാണ്.